മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റഡ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നു മുതൽ എസ്റ്റേറ്റിൽ പ്രതിഷേധിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം അനുവദിക്കാത്തതിനാലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ തീരുമാനം വന്നത് മുതൽ അവർ ഉയർത്തുന്ന ഒരാവശ്യമാണ്, പക്ഷേ അതിനോട് അനുകൂലമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? സുർജിത്ത്, റിജിത്ത്, നിലവിൽ എൽസ്റ്റഡ് എസ്റ്റേറ്റിനകത്തൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കാണ് ട്രേഡ് യൂണിയനുകൾ, സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. 11 കോടിയോളം രൂപ ആനുകൂല്യ ഇനത്തിൽ കിട്ടാനുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ INTUC-യുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉയരുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പുനരധിവാസ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് പോകാൻ ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിരുന്നു. ഒരു സർക്കാർ തല ചർച്ച, പ്രതിനിധി തല ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ വിഷുവിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ കിടക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് ഈ സംഘടനകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള തരത്തിലുള്ള നിലപാട്, അതിൽ സമ്മർദ്ദം ചെലുത്താൻ സർക്കാർ തയ്യാറാകണം. മാനേജ്മെന്റ് 13 വർഷമായി പോലും ഇത്തരത്തിൽ ഒരു ഇവർക്ക് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ശക്തമായ സമരത്തിലേക്ക് പോകാൻ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.